puppy has made the decision for you, Jill exclaimed. I do like her. Jasmine came. The dog yipped excitedly. I think she likes you too. കളിയും ചിരിയും മാത്രം നിറഞ്ഞുകുന്ന പനമ്പള്ളി നഗറിലെ കൊയ്ത്ര പാർക്കിൽ വായനയുടെ ആരവവും ഉയരുകയാണ്. പാർക്ക് തുറക്കുന്ന സമയങ്ങളിൽ ആർക്കും ഇവിടെ എത്തി പുസ്തകങ്ങൾ എടുക്കാം. മരത്തണലിരുന്ന് വായിക്കാം. വായിച്ചു തീർന്നില്ലെങ്കിൽ പുസ്തകം രജിസ്റ്ററിൽ എഴുതി വീട്ടിൽ കൊണ്ടുപോയി വായിക്കാം. പുതിയ കാലത്തിൻ്റെ വായനയെ ഏറ്റെടുക്കുകയാണ് ഏവരും. ഞാൻ ലൈബ്രറിയിലൊരു അംഗത്ത് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ ഇടയ്ക്ക് വരും, ബുക്ക് എടുത്ത് വായിക്കും. ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുവന്നു. കുട്ടികളാണെങ്കിലും ഇപ്പോൾ ഈ അവധിക്കാലത്ത് അവർക്ക് വളരെ ഉപകാരപ്രദമുള്ള ബുക്കുകളൊക്കെ ഉണ്ട്. വളരെ നല്ല അഭിപ്രായമാണ്. കാരണം ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നിലും ഒക്കെ അടിമയാണ്. അതിന് പകരം ഈ പാർക്കിലായിട്ട് ഇങ്ങനെ ഒരു ബുക്ക് വെച്ചതിന് ഇത് വെച്ചവർക്ക് ഒരുപാട് നന്ദി. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനും സന്നദ്ധ സംഘടനയായ കൈറ്റ്സ് ഇന്ത്യയും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി ജനകീയമാവുകയാണ്. നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. ബുക്കുകൾ നമ്മളിപ്പോൾ ബുക്ക് സ്റ്റാളുകളിൽ പോയി വാങ്ങാനായിട്ട് നമുക്ക് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് സമയമൊന്നുമില്ല നമുക്ക്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ നല്ല ബുക്കുകൾ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ഉറപ്പായിട്ടും വായിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. എടുത്തുകൊണ്ട് പോയി തിരിച്ച് വെക്കാൻ പറ്റുമെന്നൊക്കെയാണ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പുസ്തകം എന്തായാലും മോഷ്ടിക്കാനൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിവാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും അങ്ങനെയൊന്നും സംഭവിക്കില്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും അത് ഉപകാരപ്രദമാണല്ലോ. പാർക്കിൽ കുട്ടികളുമൊത്ത് എത്തുന്ന രക്ഷിതാക്കൾക്കും സമയം ചിലവഴിക്കാൻ വായനാപ്പെട്ടിയിലെ പുസ്തകങ്ങളോട് കൂട്ടുചേരാം. ഫ്രീ ആയിട്ട് വായിക്കാം. പിന്നെ ഇത് നല്ല സംഭവമാണ്. കളിയും ചിരിയും വായനയുമായി കൊയ്ത്ര പാർക്ക് വർണ്ണാഭമാവുകയാണ്. ഒരു നല്ല പുസ്തകം 100 സുഹൃത്തുക്കൾക്ക് തുല്യമെന്നാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പങ്കുവച്ചിട്ടുള്ളത്. ഈ കളിയിടത്തിലെ ഈ പുസ്തകപ്പെട്ടിയിലെ പുസ്തകങ്ങളെല്ലാം ഇവിടുത്തെ കൂട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി മാറട്ടെ. ആന്റണി ഗ്രീർക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.